മരിക്കാനാണ് ജനിക്കുന്നത്. പക്ഷെ ആ മനുഷ്യനെ കുറിച്ചുള്ള ചില ഓർമ്മകൾ പങ്കുവയ്ക്കണം എന്ന് തോന്നിയത് കൊണ്ടും ആ സുഹൃത്തിനോടുള്ള ആദരവ് കൊണ്ടുമാണ് അദ്ദേഹത്തിന് എൻ്റെ ഒരു നാടക സഹപ്രവർത്തകനായിരുന്ന ആ മനുഷ്യനോടുള്ള ആദരവ് കൊണ്ടാണ് ഈ നാടകം ഇന്നവിടെ അവതരിപ്പിക്കണമെന്ന് തോന്നിയത്. ഞാൻ അണ്ണനെ ഒരുപാട് പേടിപ്പിച്ചിട്ടുണ്ട്. അണ്ണനെന്നാണ് ഞാൻ അണ്ണനെ വിളിക്കാറുള്ളത്. ഞാൻ ചന്ദ്രേട്ടനൊക്കെ അറിയാമായിരിക്കും അദ്ദേഹത്തെ. അങ്ങനെ കുറേ അണ്ണന്മാരുടെ കീഴിൽ നിന്നാണ് ഞാൻ നാടകക്കാരനായതും ഇന്ന് അണ്ണനെ സ്മരിക്കാൻ എനിക്ക് പറ്റുന്നു. ഞാൻ എൻ്റെ പ്രണയകാലത്ത് ഒരു തവണ ഇരിക്കുന്ന ഭാര്യ എന്നോട് മിണ്ടാതെ കൊല്ലത്തേക്ക് ട്രാവൽ ചെയ്ത് പോവുകയാണ് ട്രെയിനിൽ. ഞാൻ അവിടെ പോയി വീടിൻ്റെ സൈഡിൽ ഇങ്ങനെ നോക്കി നിന്നു. അവൾ എന്നെ കാണുന്ന പോലും മൈൻഡ് ചെയ്യാതെ പോയി. അപ്പോൾ ഇനി ഭയങ്കര സങ്കടം തോന്നി. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും പോകുമ്പോൾ കൈയാടിച്ച് പോകുന്ന ആളാണ്. ഞാൻ നേരെ ബസ് കയറി സിൻഡിക്കേറ്റ് ബാങ്കിൻ്റെ മുമ്പിലെത്തി. സിൻഡിക്കേറ്റ് മുമ്പിലെത്തുമ്പോൾ എനിക്ക് അവിടെ CP കൃഷ്ണകുമാർ എന്ന് പറയുന്ന സംവിധായകനുണ്ട്, കല്ലേൽ രാമേന്ദ്രൻ നായർ എന്ന് പറയുന്ന അണ്ണനുണ്ട്. അണ്ണൻ സ്കൂട്ടർ കൊണ്ടിങ്ങനെ നിർത്തി. ഞാൻ പറഞ്ഞു, അണ്ണാ കൊല്ലം വരെ ഒന്ന് പോകണം. എന്താടാ പ്രശ്നം? അണ്ണൻ ചോദിച്ച വാക്കാം. അപ്പം ഞാൻ പറഞ്ഞു, അവൾ ഇന്ന് എന്നോട് കൈ കാണിക്കാതെ പോയി. നമുക്ക് കൊല്ലത്ത് അവൾ TTC പഠിക്കാനെന്തോ പോയതാണ്. ആ സ്കൂളിലൊന്ന് പോകണം. അണ്ണൻ അന്ന് സ്റ്റാറാ, സിനിമയിലും സീരിയലിലും ഒക്കെ അഭിനയിച്ച് തിളങ്ങി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അണ്ണൻ എന്നോട് പറഞ്ഞു, ഞാനൊന്ന് ബാങ്കിൽ കയറി ലീവ് എടുത്തിട്ട് വരാം. അണ്ണൻ ബാങ്കിൽ കയറി ലീവ് എടുത്തിട്ട് വന്നിട്ട് ഞങ്ങൾ ട്രെയിനിൽ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തെത്തി. അണ്ണൻ്റെ പൈസയിൽ ഓട്ടോയിൽ കയറി ഞങ്ങൾ വീട് പഠിക്കുന്ന ഏത് സ്ഥലം, ആ സ്ഥലമൊക്കെ ഓർമ്മ വേണം. ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞ സിനിമയിൽ മനുഷ്യന്റെ മുമ്പിൽ ഇരുത്തിട്ടാണ് പറഞ്ഞത്. തേവള്ളി എന്ന് പറയുന്ന സ്ഥലം വരെ എന്നെ ഓട്ടോയിൽ ഇരുത്തിക്കൊണ്ടുപോവാ, സ്വന്തം പൈസ കൊടുത്ത് കൊണ്ടുപോയ ആളാണ് ഞാൻ, കല്ലേൽ രാമേന്ദ്രൻ അണ്ണൻ. ആ അണ്ണനെ ഞാൻ ഒരു തവണ അണ്ണന്റെ വീട്ടിൽ കിടന്നുറങ്ങി നാടകം കളിച്ചിട്ടുള്ളവനാണ് ഞാൻ. എൻ്റെ വീട്ടിൽ വരുമ്പോൾ എൻ്റെ അമ്മ രാത്രി ലാസ്റ്റ് ബസ് വരുമ്പോൾ വാതിൽ തറക്കില്ല, അവസാനം തൊഴുത്തി കിടക്കേണ്ടി വരും. അപ്പോൾ ഞാൻ പൂജപ്പുര അണ്ണന്റെ വീട്ടിൽ പോയി കിടക്കും. അപ്പോൾ ആ അണ്ണനെ ഞാൻ ഒരു ദിവസം പേടിപ്പിച്ചു. അണ്ണനോട് ഞാൻ പറഞ്ഞു, അണ്ണാ പാമ്പുണ്ട്. അണ്ണൻ കാലെടുത്ത് പൊക്കി. ഞാൻ പറഞ്ഞു, വീട്ടിൻ്റെ അകത്തും പാമ്പ് വരാം. അപ്പോൾ അണ്ണൻ എന്നെ വിളിച്ച വാക്കാണ്, എടാ പുണ്ണ പേടിപ്പിക്കല പിള്ളേരുണ്ടോ. ഞാൻ അണ്ണന്റെ